ജെൽസി, ഇസ്രായേൽ വഞ്ചിച്ചിട്ടില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഏതായിരുന്നാലും അവരുടെ ആക്രമണം അവസാനിപ്പിച്ചു, ഇസ്രായേലിനു നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ ട്വീറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാന സമയം, അതായത് പുലർച്ചെ 4 മണി വരെ, ആ അവസാന മിനിറ്റിലും നമ്മുടെ ആക്രമണം നടത്തി. അതിന് നേതൃത്വം നൽകിയ സൈനിക മേധാവികളെയും സൈനിക ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് അബ്ബാസ് അറാക്ചി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ വിഷയത്തിൽ ഇസ്രായേൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അമേരിക്ക പ്രതികരിക്കുന്നു, ഇറാൻ പ്രതികരിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിവെച്ച ഇസ്രായേലാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശേഷിയും അതേപോലെ തന്നെ താല്പര്യവും കുറഞ്ഞു വന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 12 ദിവസമായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെയുള്ള ജനത തന്നെ ഈ ഒരു അവസ്ഥയിൽ വലിയ മാനസികമായുള്ള വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്നു. പല ആളുകളും ആ രാജ്യം വിട്ടുപോകുന്നു. വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കുകൾ അനുഭവിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ബോട്ട് മുഖേനയും അല്ലാതെയും എങ്ങനെയാണ് നീങ്ങാൻ സാധിക്കുക, ആ തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ചെറിയ ഒരു രാജ്യം, അവിടെയുള്ള ചെറിയ ജനസംഖ്യ, അവരെല്ലാവരും തന്നെ മാനസിക അസ്വാസ്ഥ്യത്തിലൂടെ കടന്നുപോയ ഒരു 12 ദിവസമാണ്. ഇത് കുറേ ദിവസങ്ങളും മാസങ്ങളും എടുക്കും എന്ന് IDF മേധാവി പറയുമ്പോൾ കുറേയേറെ സംഘർഷങ്ങൾ വ്യാപിക്കുകയായിരുന്നു ഇസ്രായേലി ജനതയ്ക്കുള്ളിൽ. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് തന്നെ സമ്പൂർണ്ണമായൊരു സപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം പോലും അത് മുൻകൂട്ടി ഇറാനെ അറിയിച്ചാണ് ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ആക്രമണം നടത്തിയെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ആക്രമണത്തിലേക്ക് മാത്രമേ ഈ ഡൊണാൾഡ് ട്രംപിനെ തള്ളിയിടാൻ നെതന്യാഹുവിന് സാധിച്ചുള്ളൂ. സമ്പൂർണ്ണമായൊരു യുദ്ധത്തിന് ഇസ്രായേലിൻ്റെ കൂടെ നിന്നുകൊണ്ട് അമേരിക്ക യുദ്ധം ചെയ്യുക ഇറാനെതിരെ എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു നെതന്യാഹുവിനുണ്ടായിരുന്നത്. നിരന്തരമായി അതിനായിരുന്നു നെതന്യാഹു ശ്രമിച്ചിരുന്നത്. പക്ഷേ അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിനനുകൂലമല്ല എന്നുള്ളതാണ് കൃത്യമായി നെതന്യാഹു ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് നെതന്യാഹു തലയുരുക? സ്വാഭാവികമായി എല്ലാ ആക്രമണങ്ങൾക്കും തുടങ്ങുമ്പോഴും അതേപോലെ തന്നെ അത് അവസാനിപ്പിക്കുമ്പോഴുമെല്ലാം നെതന്യാഹുവിൻ്റെ ഒരു പ്രസംഗമുണ്ടാവാറുണ്ട്. അത് ലോകം കാത്തിരിക്കുകയാണ്. അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയൊക്കെ നെതന്യാഹുവിന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇറാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായി അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഇറാൻ്റെ ആണവശേഷി തകർക്കുക, ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി തകർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. മറ്റൊന്ന്, നെതന്യാഹുവും അതേപോലെ തന്നെ മന്ത്രിമാരും എല്ലാവരും പറഞ്ഞത് ഇറാനിലുള്ള ഭരണമാറ്റം എന്നുള്ളതാണ്. ഈ 2 ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കാതെയാണ്, കുറേ മനുഷ്യരെ കൊന്നു എന്നതിലപ്പുറമായി കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാതെയാണ് ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പിൻവാങ്ങുന്നത്. ഇസ്രായേലിനുള്ളിൽ അവർ തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 24 മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ 24 മനുഷ്യരെ ഈ സമീപകാലത്ത് ഇസ്രായേലിനുള്ളിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു അറ്റാക്കായിരുന്നു ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്, ഒരു യുദ്ധം എന്ന നിലയിൽ. അത് ഇസ്രായേൽ തന്നെ തുടങ്ങി വെച്ച യുദ്ധം കൂടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് നേടി എന്ന ചോദ്യം സ്വാഭാവികമായും ഇസ്രായേലി ജനതക്കുള്ളിൽ ഉയർന്നു വരും. യുദ്ധത്തിന്റെ നേട്ടം എന്താണ്? ഈ ഒരു യുദ്ധത്തിന്റെ മാത്രമല്ല, ഏതൊരു ആക്രമണത്തിന്റെയും സംഘർഷത്തിന്റെയും നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഉത്തരം. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഉത്തരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. ഒരുപാട് നിരപരാധികളെ കൊന്നുകൊണ്ട് അവരെ പരിക്കേൽപ്പിച്ചുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു യുദ്ധമായി കാണാം. MC നാസർ കൂടി തുടരുന്നുണ്ട്.